തിരികെ എൻകൗണ്ടർ പ്രൈമിലേക്ക് ഡോക്ടർ മോഹൻ റോയ്. ഇപ്പോൾ ഒരു ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയ വസ്തുക്കളുടെ കണക്കൊക്കെയാണ് നമ്മൾ ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. 7 മണിക്കൂറിലേറെ നീണ്ടുനിന്ന റെയ്ഡാണ്. അതിൽ 2 കിലോയോളം കഞ്ചാവ് ഒരു മുറിയിൽ നിന്ന്, കൂടാതെ മറ്റൊരു മുറിയിൽ നിന്ന് 1 കിലോയിൽ താഴെ കഞ്ചാവ്, അത് വിൽക്കാൻ പാകത്തിന് ചെറിയ പൊതികളാക്കി അളക്കാനുള്ള ത്രാസ്, ഇത് എങ്ങനെ ഉപയോഗിക്കും ആ തരത്തിൽ അതിനുവേണ്ടിയുള്ള വസ്തുക്കൾ, പ്ലാസ്റ്റിക് കുപ്പി, ഹുക്ക, ഇതെല്ലാം മദ്യക്കുപ്പി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ മുറിയിൽ നമ്മുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ഇന്നലെ. ഒരു തലമുറയെ തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊരാശങ്ക. എത്രത്തോളം ഭീതിതമാണ് ഇത് ഡോക്ടർ മോഹൻ റോയ്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അല്ല, തീർച്ചയായിട്ടും തലമുറകളെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിൽ ഉള്ള ജനസംഖ്യ എങ്ങനെയായിരിക്കുമെന്നുള്ളതിൻ്റെ ചില പ്രവചനങ്ങളൊക്കെ നമുക്കുണ്ട്. ഏകദേശം ഒരു 2036 ആകുമ്പോൾ ഏകദേശം ഒരു 3.8 കോടിയൊക്കെ ആൾക്കാരാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ കുറേ നാളായിട്ട് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം വല്ലാണ്ടങ്ങ് കുറയുകയാണ്. 2014 2024 കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം ഒരു 1,86,000 കുട്ടികളുടെ എണ്ണത്തിൽ തന്നെ കുറവ് വന്നിട്ടുണ്ട്. ഒരു 5.48 ലക്ഷത്തിൽ നിന്നും ഏകദേശം ഒരു 3,40,000 ഒക്കെ അതിൽ ഏകദേശ കണക്കുകൾ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നത് പോലെ നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ തന്നെ വഴി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് ഈ പുതിയ തലമുറയൊക്കെ അത്ര വഴി ചോദിക്കുമെന്ന് എനിക്കറിയില്ല, ചോദിച്ചു കഴിഞ്ഞാൽ നഹിമാലും ഭയ്യ എന്നുള്ളൊരു മറുപടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ തലമുറകളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ലഹരി പോവുക. നോക്കൂ, ക്യാമ്പസുകളിൽ നിന്നും പണ്ട് നമ്മൾ എന്തൊക്കെയാണ് കണ്ടിരുന്നത്? അവിടെ പാട്ടുണ്ടായിരുന്നു, നൃത്തമുണ്ടായിരുന്നു, കലാപരിപാടികളുണ്ടായിരുന്നു, സാഹിത്യ പരിപാടികളുണ്ടായിരുന്നു, കൃത്യമായ സമരങ്ങളുണ്ടായിരുന്നു, ഇടപെടലുകളുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാവേണ്ടത് തന്നെ. കാരണം ഒരു ഘട്ടത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ച ഹൈക്കോടതി പോലും എനിക്ക് തോന്നുന്നത് ഏകദേശം കഴിഞ്ഞ വർഷം ഡിസംബറോടുകൂടി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെയും ജസ്റ്റിസ് മുഷ്താഖ് മുഹമ്മദിൻ്റെയും ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ക്യാമ്പസ് രാഷ്ട്രീയമല്ല നിരോധിക്കേണ്ടത്, ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ തെറ്റായ പ്രവണതകളാണെന്നും കുട്ടികൾ രാഷ്ട്രീയം അറിയേണ്ടതെന്നും പറയുന്ന തലത്തിലേക്ക് ഹൈക്കോടതി വരെ മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാർത്തകളായി ക്യാമ്പസുകളിൽ കേൾക്കുന്നത്. കാരണം ഇതൊക്കെ അവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ സർഗാത്മകത നശിപ്പിക്കാനും അവരുടെ പഠനം നശിപ്പിക്കാനും അവരുടെ കലാകായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെ തടസ്സപ്പെടുത്താനുമായിട്ടാണുള്ളത്. ഇപ്പോൾ 2 പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ തർക്കത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയും കേരളത്തിലെ സാഹചര്യത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ കക്ഷിയും പരസ്യമായിട്ടൊന്നും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരതിൻ്റെ പുറകെ ഒന്നുമല്ല. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മെ കാണിക്കുന്നത് സമൂഹത്തിൽ എത്രമാത്രം ഈ പ്രശ്നം രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഡോക്ടറെ കൊന്ന കേസിലാവട്ടെ, കുട്ടിയെ ആക്രമിക്കുന്ന കേസിലാവട്ടെ, ഭാര്യയും ഭർത്താവുമാകുന്ന തർക്കത്തിലാകട്ടെ, റോഡിൽ ഒരു വഴക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിത്തീർക്കുന്ന സംഭവത്തിലാവട്ടെ, ലഹരി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ലഹരി സർവ്വവ്യാപിയായിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലൊക്കെ തന്നെ ഇപ്പം നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോഴോ മറ്റോ നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത് സ്കൂൾ യൂണിഫോമിലുള്ള കുറേ കുട്ടികൾ ഒരു തെരുവിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ട് അവരെ ഒന്ന് പിടിച്ചു മാറ്റാൻ തോന്നാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അതിൽ കുറച്ച് പേരെങ്കിലും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിർഭാഗ്യവശാൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അത്തരം സംവേദനക്ഷമത പോയ ഒരു സമൂഹമായി നാം മാറിയെങ്കിൽ അവരുടെ കയ്യിലെന്താണെന്നും അവർ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുമുള്ള ഭയമാണ് നമ്മെ പിന്തിരിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംവേദനക്ഷമത കുറഞ്ഞ ഒരു സമൂഹം യഥാർത്ഥത്തിൽ വലിയ അപകടമാണ്. അതിൻ്റെ നിലനിൽപ്പ് തന്നെ സ്വാഭാവികമായിട്ടും അപകടത്തിലാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മുടെ തലമുറകൾ ഉണ്ടാവേണ്ടത്, നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ പ്രധാന 2 രാഷ്ട്രീയ കക്ഷികളായതുകൊണ്ടാണ് 2 പേരും ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെയല്ല, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് തലമുറകളെ യഥാർത്ഥത്തിൽ രക്ഷിച്ചെടുക്കാനുള്ള ഒരു പോരാട്ടമായി തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടത്തിലും. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അടി നടന്ന സമയത്ത് അവിടെ ഉത്തരവാദിത്തം നോക്കൂ, നമ്മുടെ ഒരു ജംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതിനിധികളുടെ, അവിടെ ചുമട്ട് തൊഴിലാളികളില്ലേ, അവിടെ അല്ലാതെ നടന്നു പോകുന്ന ആൾക്കാരിലൊക്കെ എത്ര പേർ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ അംഗങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നവരുമാവും. അവർക്കൊന്നും ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്ക്, ഇടപെടാൻ
തോന്നാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് സംഘർഷങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നുവെന്നും നമ്മുടെ ഈ പോക്ക് അപകടത്തിലേക്കാണ് എന്നും പറയേണ്ടി വരും. ഇനി ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഈ കുട്ടികളെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 18-19 വയസ്സുള്ളവരൊക്കെ കുട്ടികളാണെന്ന് ചോദിക്കേണ്ടി വരും. നമ്മൾ ജൈവശാസ്ത്രമായി പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഈ പക്വത അത് 18 നമ്മൾ പണ്ടേ ധരിച്ചു ഇരുപത്തൊന്ന് വയസ്സുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പിടിയിലായ കുട്ടികളെല്ലാവരും. അല്ല, നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിലെ ന്യൂറോ സയൻസ് പ്രകാരം അതെ 21 വയസ്സേ ഉള്ളൂ എന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഈ 21 വയസ്സുള്ള കുട്ടികളിൽ നിന്നാണ് ഭാവിയിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാധ്യമപ്രവർത്തകരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ചുവട്ടുതൊഴിലാളികളും നമ്മുടെ മാധ്യമപ്രവർത്തകരും എല്ലാവരും വരേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള തലമുറയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജൈവശാസ്ത്രപരമായി പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഈ മുൻഭാഗത്തിൻ്റെ വളർച്ചയും വികാസവുമാണ് നാം മെച്യൂരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 23 വയസ്സിലെ പൂർത്തിയാകും. 23 മുതൽ 25 വരെ എന്നാണ് ജൈവശാസ്ത്രപരമായുള്ള പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ പ്രശ്നങ്ങൾ കുട്ടികളെ നാം അറിയുന്നുണ്ടോ എന്നുള്ളത്, കുട്ടികളുടെ ഒറ്റപ്പെടലുകൾ നാം അറിയുന്നുണ്ടോ എന്നുള്ളത്, കുട്ടികളിലേക്ക് എങ്ങനെ ഈ ശൃംഖല എത്തുന്നു എന്നുള്ളതും ഒക്കെ പരിശോധിച്ച് അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ അറിയാനും അവരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങൾ കുടുംബങ്ങളിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നമ്മുടെ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മളിപ്പോൾ പൊതുവേ ചർച്ചയിൽ പറയുന്നത് എന്താ, കുട്ടി പുറത്തു പോകുന്നു, കുട്ടി ലഹരിക്ക് ഇടവയാകുന്നു, പോലീസ് നിയന്ത്രിക്കേണ്ടതുണ്ട്, എക്സൈസ് നിയന്ത്രിക്കേണ്ടതുണ്ട്, ആരോഗ്യവകുപ്പ് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിനപ്പുറം എൻ്റെ വീട്ടിലുള്ള 2 കുട്ടികളെ എനിക്ക് നോക്കാൻ സാധിച്ചാൽ മാത്രമല്ലേ സമൂഹത്തിന് അതിൽ ഉത്തരവാദിത്തം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കാത്തത് എന്താ? ഉദാഹരണമായി ഒരു ക്ലാസ്സിൽ 50-60 കുട്ടികളുണ്ടാവും. ഞാൻ സ്കൂളിലെ കാര്യമാണ് പറഞ്ഞത്, ക്യാമ്പസുകളിലൊക്കെ അതിൽ കൂടുതലുണ്ടാവും. ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലുള്ള 50-60 കുട്ടികളെ അധ്യാപകനെയോ അധ്യാപികയോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും തൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണോ ഒരു രക്ഷകർത്താവ് വിചാരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞിനെ യഥാർത്ഥത്തിൽ അറിയാനും അവനിലേക്ക് അടുക്കാനും പ്രാഥമികമായി ശ്രമിക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. അതിന് സമൂഹവും മറ്റ് സംവിധാനങ്ങളും ഈ രക്ഷകർത്താക്കളുടെ കൂടെ നിൽക്കുക. അതിൽ തീർച്ചയായിട്ടും അധ്യാപകർക്ക് ഒരു വലിയൊരു പങ്കുണ്ട്. ഞാൻ അധ്യാപകർക്ക് പങ്കില്ല എന്നൊന്നും പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അതെ, അതിലെല്ലാം തീർച്ചയായും നമ്മളെല്ലാവരും സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇതിന് വേണ്ടത് എന്നുള്ളതിൽ തർക്കമില്ല.